നമസ്കാരം. നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലും ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിപത്തിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. പല വാർത്തകളും വന്നിട്ടുണ്ട്. അതായത് സ്ത്രീകൾ ഇതുപോലെ പലതരത്തിലുള്ള അംഗവിക്ഷേപങ്ങൾ നടത്തി പുരുഷന്മാരെ വലയിലാക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കേസുകൾ ധാരാളമായി നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ താനെയിൽ IAS ഉദ്യോഗസ്ഥൻ്റെ മകൻ കാർ കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതിയിൽ പ്രിയ സിംഗ് എന്ന ഒരു സ്ത്രീ കൂടുതൽ പ്രതികരണവുമായി എത്തിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് പ്രിയ പറയുകയാണ്. പക്ഷേ പ്രിയയുടെ വാദമാണോ ഈ കാർ കയറ്റി എന്ന് പറയുന്ന വ്യക്തിയുടെ വാദമാണോ ശരി എന്ന കാര്യം പോലീസ് അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അശ്വജിത് ഗെയ്ക്വാദ് എന്ന വ്യക്തിയാണ് ഇതിൽ ഉൾപ്പെട്ട പുരുഷൻ. ഇദ്ദേഹം വിവാഹിതനായിരുന്നു എന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പ്രിയ വ്യക്തമാക്കുന്നത്. അശ്വജിത്തും താനും ഒരുമിച്ച് താമസിച്ചിരുന്നതായി പ്രിയ വെളിപ്പെടുത്തുന്നുണ്ട്. സംഭവം നടന്ന ദിവസമാണ് അശ്വജിത്ത് വിവാഹിതനാണെന്ന് താൻ അറിയുന്നത്. ഭാര്യയുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്നാണ് തന്നോട് പറഞ്ഞത് എന്നൊക്കെയാണ് പ്രിയയുടെ വാദം. ഇനി ഒരിക്കലും ഭാര്യയുമായി ഒരുമിച്ച് പോകില്ലെന്നും അശ്വജിത്ത് പറഞ്ഞിരുന്നു എന്നും പ്രിയ സിംഗ് പറയുന്നു. തന്നെ വിവാഹം കഴിക്കാൻ അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നും പ്രിയ പറയുന്നു. കുറേ കാലം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസം. ആ രാത്രി അവിടെ പോയപ്പോൾ അയാൾക്കൊപ്പം ഭാര്യയെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ അയാൾ രോഷാകുലനായി. തങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി എന്നൊക്കെയാണ് പ്രിയ പറയുന്നത്. അപകടത്തിൽ കാലിലെ 3 അസ്ഥികൾക്ക് പരിക്കേറ്റു എന്ന് പ്രിയ വെളിപ്പെടുത്തുന്നു. എൻ്റെ വലതു കാലിലെ 3 എല്ലുകൾ പൊട്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. ഇടത് തോളിലും മുതുകിലും സാരമായി പരിക്കേറ്റു. ശരീരം ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുമൊക്കെ പ്രിയ വാദമുന്നയിക്കുന്നുണ്ട്. 4 ദിവസം മുൻപ് തന്നെ ഈ സംഭവത്തിൽ പരാതി നൽകിയിരുന്നതായും എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സമൂഹമാധ്യമത്തിൽ ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് എന്നുമാണ് പ്രിയ വ്യക്തമാക്കുന്നത്. 4 ദിവസം മുൻപ് തന്നെ പ്രിയ പരാതി നൽകിയിരുന്നതായി പ്രിയയുടെ അഭിഭാഷകയും അറിയിക്കുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും എന്നും അവർ വ്യക്തമാക്കുന്നു. അതേസമയം പ്രിയയുടെ ആരോപണങ്ങൾ അശ്വജിത് ഗെയ്ക്വാദിൻ്റെ കുടുംബം തള്ളിയിട്ടുണ്ട്. സംഭവത്തിൽ അശ്വജിത്തിന് പങ്കില്ല എന്നായിരുന്നു കുടുംബത്തിൻ്റെ വിശദീകരണം. ഈ പ്രിയ എന്ന് പറയുന്ന വ്യക്തി, പ്രിയ സിംഗ് എന്ന് പറയുന്ന വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ 11 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു സമൂഹമാധ്യമ വ്യക്തിയാണ്. സംഭവ ദിവസം പുലർച്ചെ തന്നെ വിളിച്ചു വരുത്തിയ അശ്വജിത്ത് തങ്ങൾ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ മർദ്ദിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തു എന്നാണ് പ്രിയ സിംഗ് പരാതി ഉന്നയിക്കുന്നത്. അശ്വജിത്തിൻ്റെ കാറിൽ നിന്ന് തൻ്റെ ബാഗ് എടുത്തു പോകാൻ തുനിഞ്ഞപ്പോൾ അശ്വജിത്ത് ഡ്രൈവറോട് കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടു. കാർ ഇടിച്ച് വലതുകാലിന് പരിക്കേറ്റ പ്രിയയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നു എന്ന് പറയുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള തൻ്റെ ചിത്രവും പ്രിയ സിംഗ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായി പല കുടുംബങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. വിവാഹിതരായവരും അല്ലാത്തവരുമായ യുവാക്കളും പ്രായമായവരും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലും നിരവധി സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തിടെയാണ് ഒരു സ്ത്രീ ആൺ സുഹൃത്തിനെ ഇതുപോലെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അപ്പം കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു സംസ്കാരവും ആ ഒരു പാരമ്പര്യവും ഒക്കെ മറന്നു വെച്ചുകൊണ്ട് ജീവിതത്തിൽ ഇത്തരം വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. വിവാഹേതര ബന്ധങ്ങളിലൊക്കെ തന്നെ പലതിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം, ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. കാരണം അന്നേരത്തെ ആ ഒരു ദേഷ്യവും ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വല്ലാത്ത ഒരു ആഗ്രഹവും ഒക്കെ തന്നെ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ തന്നെ ഇത്തരം മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുപോലെ ഇയാൾ ഒരു പണക്കാരനായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അശ്വജിത്ത് എന്ന് പറയുന്ന വ്യക്തി കോടീശ്വരനാണ്. ബിസിനസ്സും കാര്യങ്ങളുമൊക്കെയുള്ള കുടുംബ സ്വത്തൊക്കെ ധാരാളമുള്ളതാണ്. ഇയാളെ ഈ സ്ത്രീ പ്രിയ സിംഗ് എന്ന് പറയുന്ന വ്യക്തി ആകർഷിച്ച് അദ്ദേഹത്തിൽ നിന്ന് ധാരാളം പണവും അതുപോലെയുള്ള സാധനങ്ങളും ഒക്കെ തന്നെ വാങ്ങി എന്നുമൊക്കെ തന്നെ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഉള്ള കാര്യമാണിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാസ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാവൂ. ഇപ്പോൾ പ്രിയ സിംഗ് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ മാത്രമാണിത്. ഒപ്പം അശ്വജിത് ഗെയ്ക്വാദ് എന്ന വ്യക്തിയുടെ കുടുംബം ഇത് നിഷേധിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ പലതരത്തിലുള്ള മാനസികാവസ്ഥയാണ്. പല സംഭവവികാസങ്ങളും ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലും അതുപോലെ അന്യ ദേശങ്ങളിലുമൊക്കെ തന്നെ ഇപ്പോൾ പതിവായിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളുടെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, കുടുംബ ബന്ധങ്ങൾ തന്നെ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയിലെ അതുപോലെ ലോകത്തിലെ തന്നെ പല കുടുംബങ്ങളും ഈ ഒരു ആധുനിക കാലത്ത് എത്തിച്ചേരുന്നതായിട്ട് പല പഠനങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾക്കൊരു പ്രാധാന്യവും നൽകാതെ വിവാഹേതര ബന്ധങ്ങളിലും ലൈംഗിക ബന്ധങ്ങളിലും ആൺസുഹൃത്ത് പെൺസുഹൃത്ത് എന്നൊക്കെയുള്ള ലേബലിൽ പല രീതിയിലുള്ള ബന്ധങ്ങളിൽ പലരും ചെന്ന് വീഴുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുന്നത്.